തോറ്റെന്നുറപ്പിച്ചവർ ഇന്റർവെല്ലിന് ശേഷം നായകരായി ഉയർത്തുവരും. എല്ലാം തീർന്നെന്ന് കരുതുമ്പോൾ ക്ലൈമാക്സിൽ മാസ് എൻട്രികൾ സംഭവിക്കും. ഏത് സമയത്തും ഒരു ട്വിസ്റ്റും കാമിയോയും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിന്റെ കിക്ക് നൽകാൻ ഒരു ത്രില്ലർ സിനിമയ്ക്ക് പോലുമാകുമോ എന്ന് സംശയമാണ്. പ്രീമിയർ ലീഗിന്റെ വീക്ക് 24-ൽ നാം കണ്ടത് അഡ്രിനാലിനെ തിളപ്പിക്കുന്ന ഉഗ്രൻ പോരാട്ടങ്ങളാണ്. ഒന്ന് കണ്ണോടിക്കുക. ഓൾഡ് ട്രാഫോർഡ്, ദ തിയേറ്റർ ഓഫ് ഡ്രീംസ്. ഈ വാചകത്തെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തുന്ന ഐക്കോണിക് മൊമെന്റുകളാണ് ഓൾഡ് ട്രാഫോർഡിൽ ഇന്നലെ കണ്ടത്. 85 മിനിറ്റുകൾ വരെ യുണൈറ്റഡ് 2 ഗോളുകൾക്ക് മുന്നിൽ നിന്നൊരു മത്സരം. പക്ഷേ 85-ാം മിനിറ്റിൽ ഹാരി മഗേറിലൂടെ കിട്ടിയ പെനൽറ്റി റൗൾ ഹിമെനസ് ഗോളാക്കി മാറ്റിയപ്പോൾ അത് 2-1 മാറി. എങ്കിലും വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിൽ യുണൈറ്റഡ് പ്രതിരോധം പണിയെടുത്തുകൊണ്ടിരിക്കവെയാണ് 91-ാം മിനിറ്റിൽ കെവിൻ ബോക്സിന്റെ എഡ്ജിൽ ഇടതുഭാഗത്തു നിന്നും ഒരു ഷോട്ട് വളച്ചിറക്കിയത്. അതുവരെ പതറാതെ കോട്ടകാത്ത സെന്നെ ലാമൻസിനും അത് നോക്കി നിൽക്കാനേയായുള്ളൂ. ആരവങ്ങൾക്ക് ശേഷം ഓൾഡ് ട്രാഫോർഡ് നിശബ്ദമായ സമയം. പക്ഷേ യുണൈറ്റഡ് ആരാധകരുടെ നിരാശയ്ക്കും ഫുള്ളാമിന്റെ കംബാക്കിനും 3 മിനിറ്റിന്റെ ആയുസ് മാത്രം. ത്രസിപ്പിക്കുന്ന ഒരു ഫെർഗി ടൈം വരാനുണ്ടെന്ന് യുണൈറ്റഡ് ആരാധകർ പോലും കരുതാനിടയില്ല. വലതുവശത്തുനിന്നും പണിപ്പെട്ടോടിയ ബ്രൂണോ ഫെർണാണ്ടസ് നീട്ടിക്കൊടുത്ത പന്ത് സ്വീകരിച്ച ഷെസ്കോ ഒന്ന് വട്ടം കറങ്ങി വലതുമൂലയിലേക്ക് ഒരു വെടിയുണ്ട തൊടുക്കുകയാണ്. ഈ ടീമിൽ യുണൈറ്റഡ് DNA ഉണ്ട് എന്ന് ഓരോ ആരാധകരും ഒരിക്കൽ കൂടി ഉറപ്പിച്ച നേരം. കുഞ്ഞയും ലാമൻസും എംബൂമോയും അടക്കം ഈ സീസണിൽ വന്നവരെല്ലാം മിന്നിത്തിളങ്ങുമ്പോൾ നിറം മങ്ങിയെന്ന് പേര് കേട്ടവനാണ് ഷെസ്കോ. ആ ഷെസ്കോ ഉയർന്നു ചാടുമ്പോൾ യുണൈറ്റഡ് ആരാധകർ അനുഭവിച്ചത് പീക്ക് സാറ്റിസ്ഫാക്ഷനാണ്. മൈക്കൽ കാരിക്കിന് തുടർച്ചയായ 3ാം വിജയം. 41 പോയിന്റുമായി ടോപ്പ് 4-ലും സ്പോട്ട് ഉറപ്പിച്ചു. വിജയത്തിൽ യുണൈറ്റഡ് ആരാധകർ നന്ദി പറയേണ്ട ഒരാൾ കസമിറോയാണ്. സീസണോടെ ക്ലബ്ബ് വിടുമെന്ന് പറയുന്ന കസമിറോ യുണൈറ്റഡ് കുപ്പായത്തിൽ നടത്തിയത് മറ്റൊരു മാസ്റ്റർ ക്ലാസ്. ഹെഡർ ഗോളും നോ ലുക്ക് അസിസ്റ്റും ടാക്കിളുകളും അടക്കം നൽകിയാണ് കസമിറോ തിരിഞ്ഞു നടന്നത്. മറ്റൊരാൾ മഥേവൂസ് കുഞ്ഞ തന്നെ. ടൈറ്റ് ആംഗിളിൽ നിന്നൊരു വെടിയുണ്ട വായിച്ച കുഞ്ഞ തന്റെ റേഞ്ച് ഒരിക്കൽ കൂടി തെളിയിച്ചു. ബ്രൂണോ ഫെർണാണ്ടസും കോബി മൈനുവും കാരിക്കിന്റെ ഫോർമേഷനിൽ തന്റെ സ്വതസിദ്ധമായ താളം വീണ്ടെടുക്കുകയും ചെയ്തു. റൂബൻ അമോറിമിന് തുടർച്ചയായ 2 ജയങ്ങൾ നേടാൻ മാസങ്ങൾ വേണ്ടിവന്നെങ്കിൽ കാരിക്കിന് 3 തുടർ ജയങ്ങൾക്ക് വേണ്ടി വന്നത് ദിവസങ്ങൾ മാത്രം. ഫെബ്രുവരി 7-ന് ടോട്ടനം, 11-ന് വെസ്റ്റ് ഹാം എന്നിവരാണ് യുണൈറ്റഡിന്റെ ഇനിയുള്ള എതിരാളികൾ. യൂറോപ്പിലോ മറ്റു ടൂർണമെന്റുകളിലോ കളിക്കേണ്ടതില്ലാത്തതിനാൽ പൂർണ്ണമായും ലീഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നതാണ് യുണൈറ്റഡിന്റെ അഡ്വാൻറ്റേജ്. സ്റ്റാറ്റ്സോ പ്ലെയർ മാപ്പോ ഒന്നും നോക്കേണ്ട. കാരിക്കിന്റെ വരവോടെ താരങ്ങളുടെ വർക്ക് റേറ്റും ട്രസ്റ്റും കൂടിയെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാകും.